നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഹിന്ദി സാഹിത്യके ഇതിഹാസ് ലേഖൻ की പൃഷ്ഠഭൂമി. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്ര രചനയുടെ പശ്ചാത്തലമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. हिंदी साहित्य के इतिहास लेखन के प्रारंभिक प्रयास कवियों की जीवनी और उनकी रचनाओं के फुटकर संग्रहों के रूप में सामने आए. इस दृष्टि से नाभादास कृत भक्तमाल और गोकुलनाथ कृत 84 वैष्णवों की वार्ता ऐसा प्रारंभिक ग्रंथ है. इसी शैली में रघुराज सिंह जी देव ने राम रसिकावली की रचना की. इसमें पहली बार कवियों का वर्गीकरण काल विभाजन के आधार पर किया गया है. एक काल है सत्ययुग, त्रेता, द्वापर, कलियुग आदि. भक्त कवियों के चरित्र और रचनाओं पर प्रकाश डालने वाले ऐसे अन्य ग्रंथ हैं जुगलदास का बघेल वंशागम विदेश, हरिश्चंद्र का उत्तरार्थ भक्तमाल और राधाचरण गोस्वामी का जय भक्तमाल. हिंदी साहित्य के इतिहास लेखन के प्रारंभिक प्रयास कवियों की जीवनी और उनकी रचनाओं के फुटकर संग्रहों के रूप में सामने आए. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രം എഴുതുന്നതിനായിട്ടുള്ള പ്രാഥമിക ശ്രമങ്ങൾ, പ്രാരംഭ ശ്രമങ്ങൾ കവിമാരുടെ കൃതികളും അവരുടെ ജീവചരിത്രങ്ങളുടെയൊക്കെ ചെറിയ ശേഖരങ്ങളുടെ രൂപത്തിലാണ് നമുക്ക് മുന്നിലേക്ക് വന്നത് അല്ലേ. അപ്പോൾ നോക്ക്, ഇതേ രീതിയിൽ നോക്കിയാണെങ്കിൽ ഈ ദൃഷ്ടിസെ നാഭാദാസ്കൃത ഭക്തമാൽ, ഇതേ ദൃഷ്ടിയിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ നാഭാദാസ്കൃത ഭക്തമാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ഭക്തമാലും അതുപോലെ തന്നെ നാഭാദാസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. നാഭാദാസ് എഴുതിയ രചനയാണ് ഭക്തമാല് അല്ലേ. ഈ ദൃഷ്ടിസെ നാഭാദാസ്കൃത ഭക്തമാൽ और गोकुलनाथ कृत 84 वैष्णवों की वार्ता ऐसा प्रारंभिक ग्रंथ है. ഇതേ ദൃഷ്ടിയിൽ നാം നോക്കിക്കാണുകയാണെങ്കിൽ നാഭാദാസിന്റെ ഭക്തമാലും അതുപോലെ തന്നെ ഗോകുൽനാഥിന്റെ 84 വൈഷ്ണവോങ്കി വാർത്തയൊക്കെ എങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ്? ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യകാല ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. इसी शैली में रघुराज सिंह जी देव ने राम रसिकावली की रचना की. ശ്രദ്ധിക്കുക, നാഭാദാസിന്റെ രചനയാണ് ഭക്തമാല്. അതുപോലെ ഗോകുൽനാഥ് എഴുതിയ രചനയാണ് 84 വൈഷ്ണവോങ്കി വാർത്ത. ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അല്ലേ, ഏതൊരു ഹിന്ദിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഇതെല്ലാം കാണാവുന്നതാണ് അല്ലേ, മിക്കവാറും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കറിയാം എങ്കിൽ കൂടി ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. നോക്ക്, അടുത്തത് ഇസി ശൈലിമേ, നമ്മുടെ നാഭാദാസും ഗോകുൽനാഥൊക്കെ എഴുതിയ അതേ രീതിയിൽ എഴുതിയ മറ്റൊരു പുസ്തകമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാലും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇസീ ശൈലിമേം രഘുരാജ സിംഹ് ജി ദേവനെ, ഇത് ആരാണ്? രഘുരാജ സിംഹ് ജി ദേവനെ രാമ രസികാവലി കി രചനാക്കി. അപ്പൊ ഇതേപോലെ എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണ് രാമ രസികാവലി. ഏത് ടെക്സ്റ്റാണ്? ഏത് രചനയാണ്? ഇതേ രീതിയിൽ എഴുതിയ മറ്റൊരു രചനയാണ് രാമ രസികാവലി. രചനയുടെ പേരെന്താണ്?
രാമരസികാവലി. ഇതാരാ എഴുതിയിരിക്കുന്നത്? രഘുരാജ് സിംഹജി ദേവ്. ആരാ എഴുതിയത്? രഘുരാജ് സിംഹജി ദേവാണ്. അദ്ദേഹത്തിന്റെ രചനയുടെ പേരാണ് രാമരസികാവലി. इसमें पहली बार कवियों का वर्गीकरण काल विभाजन के आधार पर किया गया है. ഈ രഘുരാജ സിംഹജിയുടെ രാമരസികാവലിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇസ്മേം ഈ രാമരസികാവലിയിൽ പെഹ്ലി ബാർ ആദ്യമായി കവിയോं का വർഗീകരൺ കാലവിഭാജൻ के आधार पर किया गया है. ആദ്യമായി രാമരസികാവലിയിലാണ് കവിമാരെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ കാലങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്ക്. സത്യയുഗ്, ത്രേത, ദ്വാപർ, കലിയുഗ്. ആ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ കാലങ്ങളായിട്ട് അവിടെ തരംതിരിച്ചിരിക്കുന്നത്? സത്യയുഗ്, ത്രേത, ദ്വാപർ, കലിയുഗ്. ഈ കലിയുഗും അതുപോലെ സത്യയുഗും ഒക്കെ മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓർത്തിരിക്കുക, ഈ സത്യയുഗെന്നും ത്രേത എന്നും ദ്വാപർ എന്നും കലിയുഗെന്നും അല്ലെ, ഇങ്ങനെ 4ആയിട്ട് കാലങ്ങളായി തരംതിരിച്ചത് ആരാണ്? നമ്മുടെ രഘുരാജ സിംഹജി ദേവാണ്. അദ്ദേഹം എഴുതിയ രചന ഏതാണ്? രാമരസികാവലി. രാമരസികാവലിയിലാണ് ആദ്യമായി കവിമാരെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചത്. ആ കാലങ്ങൾ ഏതൊക്കെയാണ്? സത്യയുഗ്, ത്രേത, ദ്വാപർ और कलियुग. भक्त कवियों के चरित्र और रचनाओं पर प्रकाश डालने वाले ऐसे अन्य ग्रंथ है जुगलदास का बघेल वंशागम विदेश, हरिश्चंद्र का उत्तरार्थ भक्तमाल और राधाचरण गोस्वामी का जय भक्तमाल. രാധാചരൺ എന്നാണ് കേട്ടോ. രാധാചരൺ ഗോസ്വാമി കാ ജയ ഭക്തമാൽ. നോക്ക്. ഭക്ത कवियों के चरित्र और रचनाओं पर प्रकाश डालने वाले ऐसे अन्य ग्रंथ है. ഏതാണ്? ഭക്ത കവിമാരെ കുറിച്ചും അവരുടെ രചനകളെ കുറിച്ചും വെളിച്ചം വീശുന്ന മറ്റുള്ള രചനകളാണ് ജുഗൽദാസിന്റെ ബഘേൽ വംശാഗം വിദേശ്. ജുഗൽദാസിന്റെ ബഘേൽ വംശാഗം വിദേശ്. അതുപോലെ ഹരിശ്ചന്ദ്രിക ഉത്തരാർത്ഥ ഭക്തമാൽ. ഹരിശ്ചന്ദ്രന്റെ ഉത്തരാർത്ഥ ഭക്തമാലും അതുപോലെ രാധാചരൺ ഗോസ്വാമിയുടെ ജയഭക്തമാലും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബഘേൽ വംശാഗം വിദേശ് ഇത് എഴുതിയത് ആരാണ്? എഴുതിയിരിക്കുന്നത്? ജുഗൽദാസ് ആണ്. ജുഗൽദാസ് കാ ബഘേൽ വംശാഗം വിദേശ്. അതുപോലെ തന്നെ അടുത്ത ഈ ഹരിശ്ചന്ദ്രിക ഉത്തരാർത്ഥ ഭക്തമാൽ. ഈ ഉത്തരാർത്ഥ ഭക്തമാല് ആരാണ് എഴുതിയത്? ആരാണ്? ഹരിശ്ചന്ദ്രാണ്. അപ്പോൾ ഈ ഭക്തമാൽ എഴുതിയ ആരാണ്? ഭക്തമാൽ എഴുതിയത് നാഭാദാസ് ആണ്. ഭക്തമാൽ നാഭാദാസും അതുപോലെ ഉത്തരാർത്ഥ ഭക്തമാൽ ഹരിശ്ചന്ദ്രുവാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്? അടുത്തത് ജയഭക്തമാൽ. ജയഭക്തമാൽ എഴുതിയത് ആരാണ്? രാധാചരൺ ഗോസ്വാമിയാണ്. രാധാചരൺ ഗോസ്വാമി എഴുതിയ ജയഭക്തമാൽ. അതുപോലെ ഭക്തമാൽ എഴുതിയത് നാഭാദാസ്. നാഭാദാസിന്റെ ഭക്തമാലും രാധാചരൺ ഗോസ്വാമിയുടെ ജയഭക്തമാലും ഹരിശ്ചന്ദ്രന്റെ ഉത്തരാർത്ഥ ഭക്തമാല്. ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. നാം ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം അല്ലെ, ഈ പുസ്തകങ്ങളെല്ലാം ഭക്ത കവിമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓർ ഹിന്ദി ലേഖകവും ദ്വാര രചിതയെ. അതുകൂടാതെ ഈ രചനകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ രചനകളെല്ലാം ഹിന്ദി ലേഖകന്മാരാണ് എഴുതിയത് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ലേഖകന്മാരാണ് എഴുതിയിട്ടുള്ളത്. दूसरी ओर हिंदी साहित्य का इतिहास लिखने का प्रयास विदेशियों द्वारा भी किया गया है.
ഹിന്ദി ലേഖകന്മാർ മാത്രമല്ല നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രം എഴുതാൻ തുടങ്ങിയത് അല്ലേ, അത് എഴുതാനായിട്ട് ആരംഭിച്ചത് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശികളും നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രം എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. फ्रेंच में लिखा गया गासाद तासी का इस्तवार दल्लाल लिटरेचर हिंदी ए हिंदुस्तानी हिंदी साहित्य की इतिहास संबंधी प्रथम रचना मानी जाती है. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. നോക്ക്, ഫ്രഞ്ച് മേ ലിഖാ ഗയാ गासाद तासी का इस्तवार दल्लाल लिटरेचर हिंदी ये हिंदुस्तानी हिंदी साहित्य की इतिहास संबंधी प्रथम रचना मानी जाती है. നോക്ക്, ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ആരുടെ പുസ്തകമാണ്? ഗാസാദ് താസിയുടെ ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദി ഈ ഹിന്ദുസ്ഥാനി. ഗാസാദ് ദാസി എഴുതിയ ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദി എ ഹിന്ദുസ്ഥാനി, ഈ രചന അല്ലേ, ഈ പുസ്തകത്തെയാണ് ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് സംബന്ധി പ്രഥം രചന എന്ന് പറയുന്നത്. ഹിന്ദി സാഹിത്യത്തിൻ്റെ അല്ലെ ചരിത്രപരമായിട്ടുള്ള ആദ്യ രചന എന്ന് പറയുന്നത് ഏത് പുസ്തകമാണ്, ഏത് രചനയാണ്? ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദി ഈ ഹിന്ദുസ്ഥാനി, ഇന്ത്യ ആൻഡ് ഹിന്ദുസ്ഥാനി. നോക്ക്, ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഗാസാദ താസിയാണ്. ഗാസാദ താസിയാണ് ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദി ഈ ഹിന്ദുസ്ഥാനി എന്ന രചന എഴുതിയിട്ടുള്ളത്. നോക്ക്, ഇത് ഏത് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഏത് ഭാഷയാണ്? ഫ്രഞ്ച് ഭാഷ. ഇത് ഹിന്ദിയിലല്ല എഴുതിയിരിക്കുന്നത്, ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട ഗാസാദ താസിയുടെ ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദി എ ഹിന്ദുസ്ഥാനി, ഈ പുസ്തകത്തെയാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസ് സംബന്ധമായിട്ടുള്ള ആദ്യ ഗ്രന്ഥമായി കണക്കാക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓർക്ക, ഫ്രഞ്ച് ഭാഷയിൽ എഴുതി, ഗാസാദ ദാസിയാണ് എഴുതിയത്. രചനയുടെ പേര് ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദുസ്ഥാനി. ഇതിനെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസ് സംബന്ധമായിട്ടുള്ള പ്രഥമ രചനയായിട്ട് കണക്കാക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിയേ, ഇസ് ഗ്രന്ഥമേ ഹിന്ദി ഉर्दू के 70 कवियों की जीवनी और उनकी रचनाओं का परिचय संकलित है. ഈ ഗ്രന്ഥത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ഇസ് ഗ്രന്ഥമേ ഹിന്ദി ഉर्दू के 70 कवियों की जीवनी और उनकी रचनाओं का परिचय संकलित है. ഈ ഗാസാദ ദാസി എഴുതിയ ഇസ്തവാർ ദല്ലാൽ ലിറ്ററേച്ചർ ഹിന്ദുസ്ഥാനിക്കകത്ത് ഹിന്ദിയിലെയും ഉറുദുവിലെയും 70 കവിമാരുടെ ജീവനിയും അല്ലെ അവരുടെ ജീവചരിത്രവും അവരുടെ രചനകളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഹിന്ദി ഓർ ഉറുദു കെ 70 കവിയോങ്കി, എത്ര കവിമാരെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 70 കവി അല്ലെ, 70 कवियों की जीवनी और उनकी रचनाओं का परिचय संकलित है. നോക്കെ, ഏതൊക്കെ ഭാഷയിലുള്ള കവിമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി ഓർ ഉറുദു കെ അല്ലെ, ഹിന്ദിയിലെയും ഉറുദുവിലെയും 70 कवियों की जीवनी और उनकी रचनाओं का परिचय संकलित है. ഇനി ഈ ഗ്രന്ഥത്തിന്റെ അടുത്തൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നോക്ക്, इसमें कवियों का वर्णन कालक्रम के अनुसार नहीं बल्कि अंग्रेजी वर्णमाला के अनुसार प्रस्तुत किया गया है. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നോക്ക്, ഇസ്മേ ഈ ഗ്രന്ഥത്തിനകത്ത് കവിയോങ്ക വർണ്ണൻ അല്ലെ, കവിമാരെ കുറിച്ച് ഏത് രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്? കാലക്രം കെ അനുസാർ നഹീം അല്ലെ, കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ എങ്ങനെയാ? ബൽക്കി അംഗ്രേസി വർണ്ണമാല കെ അനുസാർ, അംഗ്രേസി വർണ്ണമാല കെ അനുസാർ പ്രസ്തുത് കിയാ ഗയാ ഹെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് ഈ
രചനയ്ക്കകത്ത് അല്ലേ ഏതിനകത്താണ് ഇസ്തവോർ ദ ലോ ലിറ്ററേച്ചർ ഇൻ ദി ഈ ഹിന്ദുസ്ഥാനി എന്ന രചനയ്ക്കകത്ത് നമ്മുടെ കവിമാരെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അംഗ്രേസി വർണ്ണമാലാക്കി അനുസാറാണ്, അല്ലാതെ കാലഘട്ടം അനുസരിച്ച് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞു, ആരെക്കുറിച്ചാണ്? രാമരസികാവലി. ഇതിനകത്ത് കാലഘട്ടത്തിനെ ആസ്പദമാക്കി കവിമാരെ അവരുടെ രചനകളെയൊക്കെ തരംതിരിച്ചിട്ടുണ്ടെന്നും ആ കാലഘട്ടം അല്ലേ, ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ആ കാലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ. പക്ഷേ ഇവിടെ നമ്മുടെ ഗാസാദദാസിയുടെ ഇസ്തവോർ ദ ലോ ലിറ്ററേച്ചർ ഹിന്ദുസ്ഥാനി എന്ന ഈ രചനയ്ക്കകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? അംഗ്രേസി വർണ്ണമാലയുടെ അല്ലേ, അംഗ്രേസി വർണ്ണമാല അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് കവിമാരെ വർണ്ണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ പറഞ്ഞതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. ഹിന്ദി സാഹിത്യ ലേഖൻ की दिशा में अगला प्रयास 1883 ईस्वी में शिव सिंह सेंगर के शिव सिंह सरोज के रूप में सामने आया. ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസം എഴുതാനായിട്ട് അടുത്തതായിട്ട് മുന്നോട്ട് വന്ന ആൾ ആരായിരുന്നു? അതെ, ശിവസിംഹ് സെങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണടെ? ശിവസിംഹ് സരോജാണ്. അത് എഴുതിയ ഡേറ്റ് എന്നാണ്? 1883 എഴുതിയിരിക്കുന്നത് അല്ലേ. നോക്ക്, इसमें 1000 से अधिक कवियों के जीवन चरित्र और पद्यों के नमूने संकलित हैं. ഈ ശിവസിംഹ് സരോജിനകത്ത് 1000 से अधिक कवियों के चरित्र और जीवन चरित्र और पद्यों के नमूना संकलित है. നമ്മുടെ ഈ ശിവസിംഹ് സരോജിനകത്ത് 1000-ലധികം കവിമാരെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസാദദാസിയുടെ ഇസ്തവോർ ദ ലോ ലിറ്ററേച്ചർ ഹിന്ദുസ്ഥാനി അല്ലെ, ഇന്ത്യ ഹിന്ദുസ്ഥാനിക്കകത്ത് 70 കവിമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. ആഗെ ചൽക്കർ 1889 ईस्वी में डॉक्टर जॉर्ज ग्रियर्सन ने मॉडर्न वर्नाकुलर लिटरेचर ऑफ नॉर्दर्न हिंदुस्तान लिखा. 1883 ശിവസിംഹ് സിംഗർ ശിവസിംഹ് സരോജ് എന്ന ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൻ്റെ പ്രേരണയാൽ 1889 ഡോക്ടർ ജോർജ് ഗ്രിഗർസൺ മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാൻ എന്ന ഒരു പുസ്തകം എഴുതി. നോക്ക്, ആരാ എഴുതിയിരിക്കുന്നത്? ജോർജ് ഗ്രിഗർസൺ ആണ് എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നോക്ക്, ग्रियर्सन ने इस ग्रंथ के आधार शिव सिंह सरोज ही है. जॉर्ज ग्रियर्सन के इस ग्रंथ के आधार शिव सिंह सरोज ही है. നമ്മുടെ ജോർജ് ഗ്രിയർസൺ നമ്മുടെ ഈ മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാൻ എന്ന പുസ്തകം എഴുതാൻ കാരണം ഏത് പുസ്തകമാണ്? ശിവസിംഹ് സരോജ് തന്നെയാണ്. നോക്ക്, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ നോക്ക് कालविभाजन अल्ले कालविभाजन का सर्वप्रथम प्रयास या प्रयत्न जॉर्ज ग्रियर्सन ने ही किया है. ഗാസാദദാസിയുടെ പുസ്തകമാണ് ഇസ്തവാർ ദ ലിറ്ററേച്ചർ ഇന്ത്യ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസ സംബന്ധമായിട്ടുള്ള ആദ്യ രചനയാണ്. നമ്മുടെ ഈ ഗാസാദദാസി ഈ ടെക്സ്റ്റിനകത്ത് എന്താണ് കാലവിഭാജനത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ആദ്യമായി കാലവിഭാജനം നടത്തിയ ആൾ ആരാണ്? ജോർജ് ഗ്രിയർസൺ ആണ്. കാലവിഭാജൻ കാ സർവപ്രഥമ പ്രയത്ന ജോർജ് ഗ്രിയർസൺ ने किया है. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഓർത്തിരിക്കുക, ജോർജ് ഗ്രിയർസണിന്റെ പുസ്തകമാണ് മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ
ഹിന്ദുസ്ഥാൻ. ഇത് എഴുതിയത് 1889 എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എഴുതാൻ കാരണം എന്താണ്? നമ്മുടെ ശിവസിംഗ് സിംഗറിൻ്റെ ശിവസിംഗ് സരോജാണ്. ഈ മോഡേൺ വർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് നോർത്തേൺ ഹിന്ദുസ്ഥാൻ, ഈ പുസ്തകത്തിനകത്ത് ആദ്യമായിട്ട് കാലവിഭാജനം നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കാലവിഭാജനം നടത്തിയത് ആരാണ്? നമ്മുടെ ജോർജ് ഗ്രേഴ്സനാണ്. കാലവിഭാജനയെ കുറിച്ചൊക്കെയുള്ള വിസ്തൃതമായിട്ടുള്ള ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.